ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് സ്വപ്നം. 7 മുഖാന്തരങ്ങളിൽ ഒന്നിൽ കൂടെ ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അതിലൊന്നാണ് സ്വപ്നം. അത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 45-ാം വാക്യത്തിന്റെ അകത്ത് പറയുന്നുണ്ട്, സ്വപ്നം നിശ്ചയം, അതിന്റെ അർത്ഥമോ സത്യം. എവിടെ അസ്തമിച്ചു എന്ന് പറയുന്നോ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. നീ അസ്തമിച്ചു തീർന്നു എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ, അനുഭവമുണ്ടല്ലോ, അത് തീരത്തില്ല കേട്ടോ. നിന്റെ ബുദ്ധി കൊണ്ട് പറയും നീ തീർന്നു, അസ്തമിച്ചു എന്ന്. ഇല്ല, അതിന്റെ അപ്പുറത്തേക്ക് നീ അസ്തമിച്ചു എന്ന് പറയുന്ന സ്ഥാനത്ത്, നീ തീർന്നു എന്ന് പറയുന്ന സ്ഥാനത്ത്, ഇനി നടക്കത്തില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവിടെ സ്തോത്രം, ഫുൾ സ്റ്റോപ്പ് പിശാചിട്ടാലും അത് സെമികോളനാക്കി മാറ്റി നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട്. യാക്കോബിന്റെ ദൈവത്തിന്റെ പ്രത്യേകത അതാ. ആ രാത്രി സ്തോത്രം, ഹല്ലേലൂയ, അസ്തമിച്ച സ്ഥാനത്ത് തന്റെ ജീവിതവും അസ്തമിച്ചു എന്ന് ഒരുപക്ഷെ ചിന്തിച്ചു കാണും. പക്ഷെ തീർന്നില്ല, തീരത്തില്ല. ദൈവത്തിന്റെ പദ്ധതി തീരത്തില്ല, ദൈവത്തിന്റെ പ്ലാൻ തീരത്തില്ല. നീ ലോകപ്രകാരം നോക്കുമ്പോൾ അസ്തമിച്ചിട്ടുണ്ടാകാം. പക്ഷെ നീ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്ന് നോക്കിയാൽ, ഇന്ന് പകൽക്കാലം വചനപ്രകാരം ഒന്ന് നോക്കിയാൽ, ഈ ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ടൊന്ന് നോക്കിയാൽ, ഞാൻ പറയട്ടെ, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ശ്രേഷ്ഠമായിട്ടുള്ളത് കാണാം. ഹെവനും എർത്തും തമ്മിലുള്ള കണക്ഷൻ, ഭൂമി ഇരുന്നോണ്ട് തന്നെ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഈ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, കണക്റ്റിംഗ് ലിങ്ക് ഒരൊറ്റ ആളേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം ജീസസ് ക്രൈസ്റ്റ്. നീ അസ്തമിച്ചു എന്ന് പറയുന്ന സ്ഥാനത്ത് നിനക്കുള്ള ദൂതുമായിട്ട് വരുന്ന ഒരു ദൂതനുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. നിനക്ക് കൈമാറാൻ ഒരു ദൂതുണ്ട്. നീ അസ്തമിച്ചു എന്ന് പറയുമ്പോൾ ലോകം പറയും ഇതൊരു സാധ്യതയുമില്ല, നടക്കത്തില്ല എന്ന് പറയുമ്പോൾ സ്വർഗത്തിനൊരു ദൂതുണ്ട്. നടക്കും. നടത്തിത്തരത്തക്കവണ്ണം ഒരു ദൂത് കൈമാറാൻ എന്റെ ദൈവത്തിനുണ്ട്.